ഗാസയിൽ വീണ്ടും ഇസ്രായേലിന്റെ കനത്ത വ്യോമാക്രമണം. റഫയിലും ഖാൻ യൂനിസിലും ബെയ്ത്ത്ലഹിയിലും അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ കനത്ത ഡ്രോൺ ആക്രമണവും വ്യോമാക്രമണവും ഉണ്ടായി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. വെടിനിർത്തൽ കരാർ ലംഘിച്ച ഹമാസിനെതിരെ അതിരൂക്ഷമായ ആക്രമണമാണ് ഇസ്രായേലി സേന ഇപ്പോൾ നടത്തുന്നത്. വെടിനിർത്തൽ കരാർ ലംഘിച്ച് യെല്ലോ ലൈൻ കടന്ന് ഇസ്രായേലി സേനയ്ക്കെതിരെ ആക്രമണത്തിന് ഹമാസിന്റെ ഭീകരന്മാർ ശ്രമിച്ചു എന്നുള്ള അതിഗുരുതരമായ ആരോപണമാണ് ഇസ്രായേൽ ഉന്നയിക്കുന്നത്. യെല്ലോ ലൈൻ കടന്ന ഒരു ഹമാസിന്റെ പ്രധാനപ്പെട്ട ഭീകര നേതാവിനെ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രായേലി സേന ഡ്രോൺ ആക്രമണത്തിൽ വധിച്ചിട്ടുണ്ട്. ഹമാസിന്റെ നുക്മ ഫോഴ്സിന്റെ പ്രധാനപ്പെട്ട കമാൻഡറും ഒക്ടോബർ 7 ഇസ്രായേലിൽ നടന്ന കൂട്ടക്കുരുതിക്ക് പ്രധാന നേതൃത്വം കൊടുത്ത വ്യക്തിയുമായ ഒസാമ തർഷാവിയാണ് ഇസ്രായേലി സേന വധിച്ചത്. യെല്ലോ ലൈൻ കടന്ന് ഇസ്രായേലി സേനയ്ക്ക് സമീപത്തേക്ക് എത്തുന്ന ഘട്ടത്തിലായിരുന്നു ഇസ്രായേലിന്റെ ഡ്രോൺ ആക്രമണം. ഒസാമ തർഷാവിക്കൊപ്പം നിരവധി ഹമാസിന്റെ ഭീകരന്മാർ ഉണ്ടായിരുന്നുവെന്നും തർഷാവിക്കെതിരെയുള്ള ആക്രമണത്തിന് പിന്നാലെ ഈ ഭീകരന്മാർ പിന്തിരിഞ്ഞോടിയെന്നുമാണ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് ഇപ്പോൾ നൽകുന്ന വിവരം. കരാറിന്റെ നഗ്നമായ ലംഘനമാണ് ഗാസയിൽ ഹമാസ് നടത്തുന്നത് എന്നാണ് ഇസ്രായേലി സേന ആരോപിക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്രായേലിന് ഗാസയിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് ആക്രമണം നടത്തേണ്ടി വരുന്നത്. പ്രധാനമായും യെല്ലോ ലൈൻ ലംഘിക്കുക എന്നതാണ് ഇപ്പോൾ ഹമാസിന്റെ ഭീകരന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യെല്ലോ ലൈനിനെ മറികടക്കാനുള്ള ഏത് ശ്രമത്തെയും ഭീകരാക്രമണമായി കണക്കാക്കുമെന്നാണ് ഇസ്രായേൽ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അത്തരം സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ അതിരൂക്ഷമായ ആക്രമണം ആ ഭാഗത്തേക്ക് ഉണ്ടാകും. ഒരു തരത്തിലുള്ള ദയാദാക്ഷിണ്യം ഉണ്ടായില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നുണ്ട്. ഗാസയുടെ റഫയിലും ഖാൻ യൂനിസിലും ബെയ്ത്ത്ലഹിയിലും അടക്കമുള്ള പ്രദേശങ്ങളിൽ ബങ്കറുകൾ കേന്ദ്രീകരിച്ച് ഇസ്രായേലിന്റെ അതിരൂക്ഷമായ ആക്രമണം തുടരുകയാണ്. ഒക്ടോബർ 10 നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ 2-3 ദിവസം മുൻപ് തന്നെ ലംഘിക്കപ്പെട്ടിരുന്നു. പ്രധാനമായും ഹമാസാണ് ഈ വെടിനിർത്തൽ കരാർ ലംഘിക്കാനുള്ള കാരണം. ഹമാസിന്റെ പക്കൽ ഇപ്പോഴും ബന്ദികളുടെ 11 മൃതശരീരങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ആ മൃതശരീരങ്ങൾ കൃത്യമായി വിട്ടു നൽകാൻ ഹമാസ് തയ്യാറായിട്ടില്ല. ഇതാണ് ഇസ്രായേലിനെ പ്രകോപിപ്പിക്കുന്നത്. ഇതോടുകൂടി ഹമാസിനെതിരെ ഗാസയിലേക്ക് ആക്രമണം നടത്താൻ ഇസ്രായേൽ നിർബന്ധിതരായി. ഇപ്പോൾ ഇതാ ഗാസയിൽ ഹമാസിന്റെ ഭീകരന്മാരെ ബങ്കറുകളിൽ കുടുക്കിയിരിക്കുകയാണ് ഇസ്രായേലി സേന. ബങ്കറുകളിൽ 200 മുതൽ 300 വരെ ഹമാസ് ഭീകരന്മാർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ഇസ്രായേലി സേനയുടെ കണക്കുകൂട്ടൽ. ഈ ബന്ദികളെ പുറത്തെത്തിക്കാൻ ഖത്തറും ഈജിപ്തും അടക്കമുള്ള രാജ്യങ്ങൾ കൊണ്ടുപിടിച്ച ശ്രമം നടത്തുന്നുണ്ട്. അമേരിക്കയുടെ സഹായം ഇവർ തേടിയിട്ടുണ്ട്. അമേരിക്ക ആകട്ടെ ഇസ്രായേലിനോട് ഈ ബന്ദികളെ ജീവനോടെ വിട്ടയക്കണമെന്നും ഇവരെ നാടുകടത്തണമെന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഒരു കാരണവശാലും ഈ ബന്ദികളെ ജീവനോടെ ബങ്കറിന് പുറത്തെത്തിക്കില്ല എന്ന് ഇസ്രായേൽ ശപഥം ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ ദിവസം കൂടിയ ഇസ്രായേലിന്റെ സെക്യൂരിറ്റി ക്യാബിനറ്റ് ഈ ബന്ദികളെ വധിക്കാനുള്ള തീരുമാനത്തിലാണ് അവസാനിച്ചത്. ബന്ദികളെ വധിക്കാനുള്ള മരണ വാറണ്ടിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉത്തരവിട്ടിരിക്കുന്നു. ഒരു കാരണവശാലും ബന്ദികളെ വിട്ടയക്കില്ല എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒക്ടോബർ 7 ഇസ്രായേലിനെ സംബന്ധിച്ച് ഏറ്റവും കറുത്ത ദിനമാണ്. അന്ന് ഇസ്രായേലിന്റെ ജനതയ്ക്കെതിരെ ഹമാസ് നടത്തിയ ക്രൂരത ഒരിക്കലും ഇസ്രായേൽ ഭരണകൂടം മറക്കില്ല. അതുകൊണ്ട് തന്നെ ഹമാസിന്റെ ഒരു ഭീകരനെയും ജീവനോടെ വിട്ടയക്കില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കി തന്നെ പറയുന്നുണ്ട്. ബങ്കറുകൾ കേന്ദ്രീകരിച്ചുള്ള റെയ്ഡുകളാണ് ഇപ്പോൾ ഇസ്രായേലി സേന നടത്തുന്നത്. ബങ്കറുകളിൽ ഒളിച്ചിരിക്കുകയാണ് ഹമാസിന്റെ ഗാസയിൽ അവശേഷിക്കുന്ന ഭീകരന്മാർ. ഈ ബങ്കറുകൾക്കുള്ളിലിട്ട് ഹമാസിന്റെ ഭീകരന്മാരെ തീർക്കണം. ബങ്കറിന്റെ പുറത്തേക്ക് ഹമാസിന്റെ ഭീകരന്മാർ ഇനി ഒരിക്കലും വരരുത്. ഇതാണ് ഇസ്രായേലി സേന ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയുള്ള വലിയ ആക്രമണമാണ് ഗാസയിലുടനീളം ഇസ്രായേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം വെസ്റ്റ് ബാങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചയായി തുടരുന്ന റെയ്ഡ്, ഭീകരന്മാർക്കെതിരെയുള്ള റെയ്ഡ് ഇസ്രായേലി സേന തുടരുകയാണ്. 3 ഹമാസ് ഭീകരന്മാരെയും ഒരു പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ ഭീകരനെയും വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലി സേന വധിച്ചു എന്നുള്ള വാർത്തകൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നു. ഭീകരരെന്ന് സംശയിക്കുന്ന 60-ലധികം ആളുകളെ ഇസ്രായേലി സേന ഇതിനകം തന്നെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 80-ലധികം റെയ്ഡുകളാണ് കഴിഞ്ഞ ഒരാഴ്ച കാലത്തിനിടയിൽ വെസ്റ്റ് ബാങ്കിൽ മാത്രം ഇസ്രായേലി സേന നടത്തിയത്. തീവ്രവാദത്തിന്റെ വാതിലെന്നാണ്, തീവ്രവാദത്തിന്റെ കവാടമെന്നാണ് വെസ്റ്റ് ബാങ്കിനെ ഇസ്രായേൽ വിശേഷിപ്പിക്കുന്നത്. ആ വെസ്റ്റ് ബാങ്കിലുടനീളം ഇസ്രായേൽ നടത്തുന്ന അതിദീർഘമായ റെയ്ഡുകളിൽ നിരവധി പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെയും ഒക്കെ ക്യാമ്പുകൾ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ക്യാമ്പുകളിലും റെയ്ഡുകൾ തുടരുകയാണ്. എന്തായാലും ഗാസയിലുടനീളം ഹമാസിനെ ഇല്ലായ്മ ചെയ്യാനുള്ള, സമ്പൂർണ്ണമായി ഉന്മൂലനം ചെയ്യാനുള്ള, എന്നേക്കുമായി ഗാസയിൽ നിന്ന് ഹമാസിനെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നത്.
ഒക്ടോബർ 10 നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ 2-3 ദിവസം മുൻപ് തന്നെ ലംഘിക്കപ്പെട്ടിരുന്നു. പ്രധാനമായും ഹമാസാണ് ഈ വെടിനിർത്തൽ കരാർ ലംഘിക്കാനുള്ള കാരണം. ഹമാസിന്റെ പക്കൽ ഇപ്പോഴും ബന്ദികളുടെ 11 മൃതശരീരങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ആ മൃതശരീരങ്ങൾ കൃത്യമായി വിട്ടു നൽകാൻ ഹമാസ് തയ്യാറായിട്ടില്ല. ഇതാണ് ഇസ്രായേലിനെ പ്രകോപിപ്പിക്കുന്നത്. ഇതോടുകൂടി ഹമാസിനെതിരെ ഗാസയിലേക്ക് ആക്രമണം നടത്താൻ ഇസ്രായേൽ നിർബന്ധിതരായി. ഇപ്പോൾ ഇതാ ഗാസയിൽ ഹമാസിന്റെ ഭീകരന്മാരെ ബങ്കറുകളിൽ കുടുക്കിയിരിക്കുകയാണ് ഇസ്രായേലി സേന. ബങ്കറുകളിൽ 200 മുതൽ 300 വരെ ഹമാസ് ഭീകരന്മാർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ഇസ്രായേലി സേനയുടെ കണക്കുകൂട്ടൽ. ഈ ബന്ദികളെ പുറത്തെത്തിക്കാൻ ഖത്തറും ഈജിപ്തും അടക്കമുള്ള രാജ്യങ്ങൾ കൊണ്ടുപിടിച്ച ശ്രമം നടത്തുന്നുണ്ട്. അമേരിക്കയുടെ സഹായം ഇവർ തേടിയിട്ടുണ്ട്. അമേരിക്ക ആകട്ടെ ഇസ്രായേലിനോട് ഈ ബന്ദികളെ ജീവനോടെ വിട്ടയക്കണമെന്നും ഇവരെ നാടുകടത്തണമെന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഒരു കാരണവശാലും ഈ ബന്ദികളെ ജീവനോടെ ബങ്കറിന് പുറത്തെത്തിക്കില്ല എന്ന് ഇസ്രായേൽ ശപഥം ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ ദിവസം കൂടിയ ഇസ്രായേലിന്റെ സെക്യൂരിറ്റി ക്യാബിനറ്റ് ഈ ബന്ദികളെ വധിക്കാനുള്ള തീരുമാനത്തിലാണ് അവസാനിച്ചത്. ബന്ദികളെ വധിക്കാനുള്ള മരണ വാറണ്ടിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉത്തരവിട്ടിരിക്കുന്നു. ഒരു കാരണവശാലും ബന്ദികളെ വിട്ടയക്കില്ല എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒക്ടോബർ 7 ഇസ്രായേലിനെ സംബന്ധിച്ച് ഏറ്റവും കറുത്ത ദിനമാണ്. അന്ന് ഇസ്രായേലിന്റെ ജനതയ്ക്കെതിരെ ഹമാസ് നടത്തിയ ബങ്കറുകൾക്കുള്ളിലിട്ട് ഹമാസിന്റെ ഭീകരന്മാരെ തീർക്കണം. ബങ്കറിന്റെ പുറത്തേക്ക് ഹമാസിന്റെ ഭീകരന്മാർ ഇനി ഒരിക്കലും വരരുത്. ഇതാണ് ഇസ്രായേലി സേന ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയുള്ള വലിയ ആക്രമണമാണ് ഗാസയിലുടനീളം ഇസ്രായേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം വെസ്റ്റ് ബാങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചയായി തുടരുന്ന റെയ്ഡ്, ഭീകരന്മാർക്കെതിരെയുള്ള റെയ്ഡ് ഇസ്രായേലി സേന തുടരുകയാണ്. 3 ഹമാസ് ഭീകരന്മാരെയും ഒരു പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ ഭീകരനെയും വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലി സേന വധിച്ചു എന്നുള്ള വാർത്തകൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നു. ഭീകരരെന്ന് സംശയിക്കുന്ന 60-ലധികം ആളുകളെ ഇസ്രായേലി സേന ഇതിനകം തന്നെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 80-ലധികം റെയ്ഡുകളാണ് കഴിഞ്ഞ ഒരാഴ്ച കാലത്തിനിടയിൽ വെസ്റ്റ് ബാങ്കിൽ മാത്രം ഇസ്രായേലി സേന നടത്തിയത്. തീവ്രവാദത്തിന്റെ വാതിലെന്നാണ്, തീവ്രവാദത്തിന്റെ കവാടമെന്നാണ് വെസ്റ്റ് ബാങ്കിനെ ഇസ്രായേൽ വിശേഷിപ്പിക്കുന്നത്. ആ വെസ്റ്റ് ബാങ്കിലുടനീളം ഇസ്രായേൽ നടത്തുന്ന അതിദീർഘമായ റെയ്ഡുകളിൽ നിരവധി കരാറിന്റെ നഗ്നമായ ലംഘനമാണ് ഗാസയിൽ ഹമാസ് നടത്തുന്നത് എന്നാണ് ഇസ്രായേലി സേന ആരോപിക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്രായേലിന് ഗാസയിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് ആക്രമണം നടത്തേണ്ടി വരുന്നത്. പ്രധാനമായും യെല്ലോ ലൈൻ ലംഘിക്കുക എന്നതാണ് ഇപ്പോൾ ഹമാസിന്റെ ഭീകരന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യെല്ലോ ലൈനിനെ മറികടക്കാനുള്ള ഏത് ശ്രമത്തെയും ഭീകരാക്രമണമായി കണക്കാക്കുമെന്നാണ് ഇസ്രായേൽ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അത്തരം സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ അതിരൂക്ഷമായ ആക്രമണം ആ ഭാഗത്തേക്ക് ഉണ്ടാകും. ഒരു തരത്തിലുള്ള ദയാദാക്ഷിണ്യം ഉണ്ടായില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നുണ്ട്. ഗാസയിലും ഗാസയുടെ റഫയിലും ഖാൻ യൂനിസിലും ബെയ്ത്ത് ലഹിയിലും അടക്കമുള്ള പ്രദേശങ്ങളിൽ ബങ്കറുകൾ കേന്ദ്രീകരിച്ച് ഇസ്രായേലിന്റെ അതിരൂക്ഷമായ ആക്രമണം തുടരുകയാണ്.